ഹായ്, ഞാൻ റിയാസ് വിനോദ്. രാത്രിയിൽ കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റാതെ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അത് പറയേണ്ടിയിരുന്നില്ല. അവർ എന്ത് വിചാരിക്കുമോ, നാളെ എന്ത് സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തകൾ നിർത്താതെ നിങ്ങളുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കരുതും ഇതൊരു സാധാരണ ചിന്തയാണ് എന്ന്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ഇതൊരു സാധാരണ ചിന്തയല്ല. ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് എന്നത് ഒരു കാര്യത്തെ ആവശ്യമുള്ളതിലും കൂടുതലായിട്ട് ചിന്തിക്കുന്നതിനെയാണ്. ഒരു ചെറിയ പ്രശ്നം പോലും നമ്മുടെ മനസ്സ് വലിയൊരു പ്രശ്നമാക്കി മാറ്റും. ഉദാഹരണത്തിന്, ഒരു സുഹൃത്തിന് നിങ്ങൾ മെസ്സേജ് അയച്ചു. ആ സുഹൃത്ത് നിങ്ങൾക്ക് മറുപടി ഒന്നും തന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉടനെ ചിന്തിക്കുവാൻ തുടങ്ങും, അവന് എന്നെ ഇഷ്ടമില്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റ് അവനോട് ചെയ്തോ? പക്ഷെ സത്യം എന്തായിരിക്കും? അത് മറ്റൊന്നായിരിക്കും. അതായത്, ഒന്നെങ്കിൽ അവൻ ബിസി ആയിരിക്കും, അല്ല എങ്കിൽ ഫോൺ അവൻ്റെ കയ്യിൽ കാണില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ചെറിയ കാര്യത്തെ ഒരു വലിയ കഥയാക്കി മാറ്റിയിട്ട് അത് വളരെയേറെ ചിന്തിച്ചു കൂട്ടും. ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് ഒരു ചെറിയ പ്രശ്നമൊന്നുമല്ല. ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഓവർ തിങ്കിങ് കാരണം ടെൻഷൻ കൂടും, ആൻസൈറ്റി ഉണ്ടാകും, ഉറക്കം കുറയും, ആത്മവിശ്വാസം കുറയും. പല ആളുകളുടെയും സന്തോഷം പോലും ഓവർ തിങ്കിങ് കാരണം നഷ്ടപ്പെടുന്നു. ഓവർ തിങ്കിങ് മാറ്റിയെടുക്കുവാൻ നമ്മൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യത്തെ കാര്യം, നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം നീ ചിന്തിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും നിയന്ത്രിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ അത് ഒരിക്കലും ഒന്നിനും പരിഹാരം നൽകില്ല. ഇവിടെ നിനക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം നീ ശ്രദ്ധ കൊടുക്കുക. അത് ഓവർ തിങ്കിങ് കുറയ്ക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുക. ഒരു പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സമയം ചെലവഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഓവർ തിങ്കിങ് കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സ് ബിസിയാക്കുക എന്നതാണ്. വ്യായാമം ചെയ്യുകയോ പുസ്തകം വായിക്കുകയോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാറ്റുവാൻ നിങ്ങളെ സഹായിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ ജീവിക്കുക. പ്രസന്റ് മൂമെന്റിൽ നിങ്ങൾ ജീവിക്കുക. ഓവർ തിങ്കിങ് സാധാരണയായിട്ട് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് കഴിഞ്ഞത്, രണ്ട് വരാനിരിക്കുന്നത്. പക്ഷേ സന്തോഷം ഇപ്പോഴുള്ള സമയത്തിലാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിൽ നിങ്ങൾ ജീവിക്കുക. കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒരുപാട് എന്ത് ചെയ്യുക? ചിന്തിക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിവ് നേടുക. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഭയത്തിൻ്റെ കഥകൾ ഉണ്ടാകും, പക്ഷെ അതിൽ പലതും ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഓർക്കണം, ഓവർ തിങ്കിങ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കില്ല. അത് നിന്റെ മനസ്സിനെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുക മാത്രമാണ് ചെയ്യുക. ജീവിതം വളരെ ചെറിയതാണ്. അതുകൊണ്ട് തന്നെ ചിന്തകളിൽ കുടുങ്ങി നിൽക്കാതെ ജീവിതം ജീവിച്ചു തീർക്കുക. നിന്റെ മനസ്സ് നിന്റെ സുഹൃത്താണ്, അല്ലാതെ നിന്റെ ശത്രുവല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. ചിന്തകൾ കുറച്ചുകൊണ്ട് ജീവിതം കൂടുതൽ മനോഹരമാക്കി ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.